ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാരിഷ് കെ ബാദ് എന്നൊരു കഹാനിയാണ് പഠിച്ചതില്ലേ, മഴയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ. അതിൽ ഗുഡ്ഡും ഗുഡ്ലി ഉണ്ടായിരുന്നു. അവരൊരു ഇലത്തോണിയൊക്കെ ഉണ്ടാക്കി ആ തോണിയിൽ 4 യാത്രക്കാരൊക്കെ ഇരുത്തി തോണി അങ്ങനെ പോണ വഴിയിൽ വെച്ചിട്ട് തോണിയിലെ ഒരു യാത്രക്കാരൻ വെള്ളത്തിലേക്ക് ചാടി അല്ലേ. അങ്ങനെ ബോട്ടൊക്കെ മറിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ കഥ നിർത്തി വെച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ ആരായിരിക്കും ആ തോണിയിൽ നിന്ന് ചാടിയിട്ടുണ്ടാവുക, ആ ഒരു ബോട്ടിൽ നിന്ന്? നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ കണ്ടാൽ അറിയാമല്ലേ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തവള ചാടിയതായിട്ടാണ് കാണുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. തോണി മറിഞ്ഞപ്പം എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. गुड्डू और गुडली सांस धामे अपनी नाव को देख रहे थे. गुड्डू और गुडली, ഗുഡ്ഡുവും ഗുഡ്ലിയും സാംസ് ധാമേ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് അപ്പിനി നാവുക്കോ തൻ്റെ ബോട്ടിലേക്ക് ദേഖ് രഹേദേ നോക്കുന്നുണ്ടായിരുന്നു. തോണി മറിഞ്ഞൂലേ, അവരെ ഇല്ലത്തോണി മറിഞ്ഞപ്പം രണ്ടാളും ശ്വാസം അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആ ബോട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പത്താ നഹീം അറിയില്ല, സവാരോം കോ ക്യാ ഹോഗ യാത്രക്കാരൊക്കെ എന്തായിട്ടുണ്ടാവും അല്ലേ, യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് അറിയില്ല. തബി അപ്പോഴാണ് ചീണ്ട പാനീമേം തൈർക്കർ, ചീണ്ട ഉറുമ്പ്, പാനീമേം തൈർക്കർ വെള്ളത്തിൽ നീന്തിയിട്ട് ഏക്ക് ഡഹനി കി തരഫ് ചാത്താദിക ഒരു കൊമ്പിൻ്റെ നേരെ, ടഹനി എന്ന് പറഞ്ഞാൽ കൊമ്പ്, കൊമ്പിന് നേരെ പോകുന്നത് കണ്ടു. ഉറുമ്പ് അപ്പോൾ വെള്ളത്തിൽ നീന്തിയിട്ടൊരു കൊമ്പിന് നേരെ പോകുന്നത് കണ്ടു. കേഞ്ചുവ മണ്ണിര, പാനിക്കെ അന്തർ വെള്ളത്തിൻ്റെ ഉള്ളിൽ, കഹീം ചലാഗയ എവിടെയോ പോയി, മണ്ണിര വെള്ളത്തിനകത്ത് എവിടെയോ പോയി. ബസ് കോസം കെ പേട് കെ ലാൽ കാലെ കീടേക്ക, കോസമരത്തിലെ ലാൽ കാല കീടേക്ക കറുപ്പും ചുവപ്പുള്ള ആ പ്രാണീൻ്റെ കോയി പത്താനഹീം ദ അതിൻ്റെ ഒരു ലക്ഷണമൊന്നും കണ്ടില്ല, അതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ആ ഒരു ജീവി, ആ ഒരു കറുപ്പും ചുവപ്പുള്ള ജീവി എന്തായി എന്ന് ആർക്കും അറിയില്ല. ഗുഡ്ഡു അവർ ഗുഡ്ലി, ഗുഡ്ഡും ഗുഡ്ലിയും ഉൽട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗേ അവരെന്ത് ചെയ്തു, ആ ഒഴുകുന്ന തല കീഴായി, ഉൽട്ടി ബഹത്തി എന്ന് പറഞ്ഞാൽ തല കീഴായി ഒഴുകുന്ന നാവ് കെ പീച്ചെ ഭാഗേ ആ ബോട്ടിൻ്റെ പിന്നാലെ ഓടി. ഔർ തബി നാവ് കെ നീച്ചെ സേ അപ്പോൾ ആ ബോട്ടിൻ്റെ അടിയിൽ നിന്ന് കീടേക്ക കാല മുഹ് ദിഖായി ദിയ അപ്പോൾ ആ ബോട്ടിൻ്റെ താഴെയായിട്ട് ആ പ്രാണിയുടെ കറുത്ത വായങ്ങനെ കണ്ടു, അവിടെ ദൃശ്യമായി. ഗുഡ്ലീനെ ആഹിസ്തേസെ ഉസേ ഉഡായ ഗുഡ്ലി മെല്ലെ അതിനെ എടുത്തു. ഔർ കോസം കെ പേട് കി പത്തിയോം പർ ചോട്ട് ദിയ മെല്ലെ അതിനെടുത്തിട്ട് കോസം മരത്തിൻ്റെ ഇലകളിൽ വെച്ചു കൊടുത്തു, അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. ഇതാണ് ആ കോസം മരം കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ ഇലകളിൽ, ഈ ഒരു മരത്തിൽ ജീവിക്കുന്ന ആ ഒരു പ്രാണിയാണ് ഈ ലാൽക്കാലാക്കീട എന്ന് പറയുന്നത്. കറുപ്പും ചുവപ്പുള്ള ഗുഡ്ഡു അതിനെന്ത് ചെയ്തു, ഗുഡ്ലി അതിനെന്ത് ചെയ്തു, ആ ഒരു മരത്തിൽ കൊണ്ടേ വെച്ചു. ഓക്കെ, അങ്ങനെ ആ ഒരു എല്ലാവരും കിട്ടിയില്ലേ, ബോട്ടിലുള്ള ഒരാൾ ഉറുമ്പ് കൊമ്പിന് നേരെ പോകുന്നത് കണ്ടു. മണ്ണിര വെള്ളത്തിൻ്റെ ഉള്ളിൽ എവിടെയോ പോയി. പിന്നെ നമ്മുടെ കറുപ്പും ചുവപ്പുള്ള ആ പ്രാണിനെ അവരെടുത്തിട്ട് എന്ത് ചെയ്തു, ആ ഒരു കോസമരത്തിൽ വെച്ചു കൊടുത്തു. പിന്നെന്താ സംഭവിച്ചത്, ഗുഡ്ലി അബി കീടേ കോ ജാത്തെ ഹുയെ ദേഗി ഹി രഹീദി ഗുഡ്ലി അപ്പോൾ ആ പ്രാണി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കി ഗുഡ്ഡൂനെ ആവാസ് ദി അപ്പോഴാണ് ഗുഡ്ഡു എന്ത് ചെയ്തു, ഉറക്കനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ദേഖ് ഗുഡ്ലി നോക്കൂ ഗുഡ്ലി, ഗോകുൽ ഗയ്യ ഇതാണ് ഗോകുൽ ഗയ്യ കേട്ടോ. ഈ ഒരു പിക്ചറിൽ കാണുന്ന പ്രാണിയാണ് ഗോകുൽ ഗയ്യ. അപ്പോൾ കിത്തനി സുന്ദർ, എത്ര മനോഹരം, എത്ര സുന്ദരമായതാണ്. മഗ്മലി വെൽവെറ്റി ആയിട്ടുള്ള, വെൽവെറ്റിനെ പോലെ അല്ലേ, ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഒരു വെൽവെറ്റി ആയിട്ടുള്ള ഒരു
പ്രാണിയാണ്. ലാൽ രംഗ് കി കീടി ഹോത്തി ഹെ ഗോകുൽഗയ. ചുവപ്പ് നിറമുള്ള ഒരു പ്രാണിയാണ് ഗോകുൽഗായ്. നല്ല സുന്ദരമായ വെൽവെറ്റി ആയിട്ടുള്ള ചുവപ്പ് കളറുള്ള ഒരു പ്രാണിയാണ് ഗോകുൽഗായ. ബാരിഷ് കെ അലാവ, മഴയല്ലാത്ത, ഔർ കിസി മോസം മേം, ഏത് കാലാവസ്ഥയിലും ദിഖ്തി ഹി നഹി ഹേ, ഇതിനെ കാണാനാകില്ല. ഈ ഒരു ഗോകുൽഗായിനെ നമ്മൾ മഴക്കാലത്താണ് കാണുക കേട്ടോ. മഴക്കാലത്തല്ലാതെ ഈ ഒരു ഗോകുൽഗായിനെ കാണാൻ പറ്റൂല. ഗുഡ്ലി ഔർ ഗുഡ്ഡു ഗോകുൽഗായോം കോ, ഈ ഗുഡ്ഡും ഗുഡ്ലിയും എന്ത് ചെയ്യും? ഗോകുൽഗായോം കോ, ഈ ഗോകുൽഗായ്കളെ ഏക് മാച്ചിസ് കി ഡിബ്ബി മേം, ഒരു മാച്ച് ബോക്സിൽ, തീപ്പെട്ടിൻ്റെ കൂടില്ലേ ആ ഒരു ബോക്സിൽ ഇക്കട്ടാ കർക്കെ, ശേഖരിച്ചിട്ട് സ്കൂൾ മേം ദോസ്തോം കോ ദിഖാത്തേ ദേ, സ്കൂളിലെ കൂട്ടുകാരെ കാണിക്കുമായിരുന്നു. അവർ രണ്ടുപേരും ഈ ഒരു മഴക്കാലമാകുമ്പോൾ ഈ ഒരു ഗോകുൽഗായിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു മാച്ച് ബോക്സിൽ എടുത്തിട്ട് ശേഖരിച്ചിട്ട് ഫ്രണ്ട്സുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ അപ്പോൾ അത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗോകുൽഗായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗുഡ്ലിനെ വിളിക്കുന്നത് കേട്ടോ. ഗുഡ്ലിനൊക്കെ എന്തായിരുന്നു പണി? ഗുഡ്ലി ഇങ്ങനെ ആ പ്രാണി കോസമരത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. യഹ് സബ് സോച്ചത്തെ ഹുയെ, ഇതെല്ലാം ചിന്തിച്ചിട്ട്, ഇതെല്ലാം ആലോചിച്ച്, എന്താലോചിക്കണേ? സ്കൂളിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആലോചിച്ചിട്ട് ഗുഡ്ലി ചട്ട് സേ ഭാഗി, ഗുഡ്ലി വേഗം ഓടി വന്നു. ഗോകുൽഗായിന്ന് ഗുഡ്ഡു ഉറക്കനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഈ സ്കൂൾക്ക് കൊണ്ടുപോകണതൊക്കെ ആലോചിച്ചിട്ട് ഗുഡ്ലി എന്ത് ചെയ്തു? ജഡ് സേ ഭാഗി, പെട്ടെന്ന് വേഗം ഓടി. ഗുഡ്ഡു ചാന്ദിനി തലേ ഘടാത, ഗുഡ്ഡു എവിടെയായിരുന്നു? ചാന്ദിനി തലേ ഘടാത, ഈ ഒരു മരത്തിൻ്റെ, ചാന്ദിനി മരം എന്ന് പറഞ്ഞാൽ ഈ നമ്പ്യാർവട്ടത്തിൻ്റെ മരത്തിൻ്റെ ആ ഒരു ചോട്ടിലിങ്ങനെ നിൽക്കുകയായിരുന്നു. ഗുഡ്ലി ചാന്ദിനിക്ക് തലേ ജാക്കർ, ഗുഡ്ലി ആ ഒരു ചാന്ദിനി മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് ഗോകുൽഗായിക്കോ ഡൂണ്ടനയിലേക്ക് തിരയാൻ തുടങ്ങി. ഗോകുൽഗായിനെ തിരയാൻ തുടങ്ങി. തബി ഗുഡ്ഡൂനെ, അപ്പോൾ ഗുഡ്ഡു എന്ത് ചെയ്തു? തബി ഗുഡ്ഡൂനെ ചാന്ദിനിക്ക് പേടുക്കോ ജോർ സേ ഹിലാ ദിയാ, അപ്പോൾ ഗുഡ്ഡു ആ ചാന്ദിനി മരം നല്ല ശക്തിയായിട്ട് കുലുക്കി. ഗുഡ്ലി ഇങ്ങനെ ഗോകുൽഗായിനെ ആ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തിരയാണ്. അപ്പോൾ ഗുഡ്ഡു എന്ത് ചെയ്തു? ആ മരം ശക്തിയായിട്ട് കുലുക്കി. പേട് കി പത്തിയോം ഔർ ഫൂലോം പർ ടഹരാ ഹുവ, മരത്തിൻ്റെ പത്തിയോ എന്ന് പറഞ്ഞാൽ ഇലകൾ, ഫൂലോം എന്ന് പറഞ്ഞാൽ പൂക്കൾ. ആ മരത്തിൻ്റെ പത്തിയോം ഔർ ഫൂലോം പർ ടഹരാ ഹുവ, ഇലകളിലും പൂക്കളിലൊക്കെ തങ്ങി നിന്നിരുന്ന സാരാ പാനി, വെള്ളമെല്ലാം, മുഴുവൻ വെള്ളവും ഗുഡ്ലിക്ക് ഊപ്പർ ഗിർഗയ, ഗുഡ്ലിൻ്റെ മുകളിലേക്ക് വീണു. ഗുഡ്ലി അതിൻ്റെ ആ മരത്തിൻ്റെ നേരെ ചോട്ടിൽ നിൽക്കുകയാണല്ലേ. അപ്പോൾ ഗുഡ്ഡു ആ മരം കുലുക്കിയപ്പോൾ എന്ത് ചെയ്തു? മൊത്തം ഗുഡ്ലിൻ്റെ മേലെ വീണു. വെള്ളം മൊത്തം ഗുഡ്ലിൻ്റെ മേലെയായി. വഹ് തർബ് തർ ഹോ ഗയി, അവൾ നനഞ്ഞു കുതിർന്നു. ഗുഡ്ഡു ബാഗ് താജാരഹാദ, ഗുഡ്ഡു എന്ത് ചെയ്തു? ഗുഡ്ഡു ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഔർ ഹംസ് താജാരഹാദ, ചിരിച്ചു പോകുന്നുണ്ടായിരുന്നു. ചിരിച്ചിട്ടാണ് ഓടിപ്പോകുന്നത്. ഗുഡ്ലിൻ്റെ മേലെ ആകെ വെള്ളമായില്ലേ. അപ്പം ഇവൻ കളിയാക്കിയിട്ട് ഇവനെന്ത് ചെയ്യാണ്? ഗുഡ്ഡു ഓടാണ്, ചിരിച്ചും കൊണ്ട് അങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഗുഡ്ലി ജോർ സേ ചില്ലാക്കർ ഉസ്കാ പീച്ചാക്കർ രഹിതി, ഗുഡ്ലി എന്ത് ചെയ്തു? ജോർ സേ ചില്ലാക്കർ, ഗുഡ്ലി ഉറക്കം നല്ല ശക്തിയായിട്ട് നിലവിളിച്ചിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഉസ്കാ പീച്ചാക്കർ രഹിതി, അവൻ്റെ പിന്തുടരുന്നുണ്ടായിരുന്നു, അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. ഇസി ബാഗ് ദൗഡുമേ, ഈ ഓട്ടത്തിനിടയിൽ, ഈ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ ഗുഡ്ഡു ഫിസല, ഗുഡ്ഡു എന്ത് ചെയ്തു? വഴുതി വീണു അല്ലേ. മഴയായിട്ട് എല്ലായിടത്തും വെള്ളമൊക്കെ അങ്ങ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഗുഡ്ഡിൻ്റെ പിറകെ ഓടിയപ്പോൾ ഗുഡ്ലി പിറകെ ഓടാണ് ഗുഡ്ഡുവിൻ്റെ. അപ്പോൾ ഗുഡ്ഡു അവിടെ എന്ത് ചെയ്തു? വഴുതി വീണു. ജാക്കർ കീച്ചടുമേ ദം സേ ഗിർഗയാ, ചളിയിൽ ഇടിമുഴക്കത്തോടെ നല്ല ദമ്മിൽ എന്ത് ചെയ്തു? വീണു. അബ് കീച്ചടുമേ സരാബോർ ഗുഡ്ഡു ബി ഹംസ് രഹാദ, അപ്പം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഗുഡ്ഡു ഇങ്ങനെ ചിരിക്കുകയാണല്ലേ ചളിയിൽ വീണപ്പോൾ. അബ് കീച്ചടുമേ സരാബർ, അപ്പോൾ ചളിയിൽ നനഞ്ഞ അല്ലേ, ചളിയിൽ വെള്ളത്തിൽ ചളിയിൽ നനഞ്ഞ
ഗുഡ്ഡു ബി ഹംസ് രഹാദ. ഗുഡ്ഡു എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ചിരിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ വഴുതി വീണപ്പോൾ ഗുഡ്ഡു ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഗുഡ്ലി ബി. ഗുഡ്ലിയും ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പം ഗുഡ്ലിക്ക് എന്ത് ചെയ്തു? ചിരി വന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് ഗുഡ്ലിയും ചിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മഴയ്ക്ക് ശേഷം എന്നുള്ള കഥ. ഗുഡ്ഡുൻ്റെയും ഗുഡ്ലിയുടെയും കഥയാണ്. അവർ മഴക്കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കഥയിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ കഥ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കഥയിലെ വേർഡ് മീനിങ്സ് ഒക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ അത് എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.